എന്തുകൊണ്ടാണ് പാർക്കിൻസൺസ് രോഗം വരുന്നത് എന്നതിന് ഒരു സോളിഡ് ആൻസർ പറയാനുണ്ടോ ശരിക്കും? നമുക്ക് ഒരുപാട് എവിഡൻസ് ഉണ്ട്. നമ്മളെ തലച്ചോറിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലെ കോശങ്ങൾ നശിച്ചു പോകുന്നെന്ന് പറയുന്നുണ്ട്. അതിനകത്തൊരു അബ്നോർമലായിട്ടുള്ള ഒരു പ്രോട്ടീൻ അക്യുമുലേഷനാണ് സംഭവിക്കുന്നത്. ഈ പ്രോട്ടീൻ നമ്മുടെ സെൽസിൽ, ഈ കോശങ്ങളിനകത്ത് അടിഞ്ഞുകൂടാതിരിക്കാനുള്ള മെക്കാനിസംസ് ഉണ്ട്. അതിൻ്റെ ഒരു ഫെയിലർ ആയിരിക്കാം ഈ പ്രോട്ടീൻ അക്യുമുലേഷൻ അബ്നോർമലായിട്ടുള്ള അക്യുമുലേറ്റ് ചെയ്ത് ഈ സെൽ ഡെത്തിലോട്ട് നയിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് വ്യക്തമായിട്ടൊരു ആൻസർ ഇല്ല. അതിന് ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാം. പ്രത്യേകിച്ച് 50 വയസ്സിൽ അല്ലെങ്കിൽ 40 വയസ്സിൽ താഴെ വരുന്ന പാർക്കിൻസൺ രോഗത്തിൽ അതൊരു ജനറ്റിക് ഫാക്ടർ, അതിനൊരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ജനറ്റിക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ ഒരു ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു കോസായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം.